അരുൺരാജ് എന്തോ റെഡി ആയിരിക്കും. മാത്രമല്ല അരുൺരാജ് ഏതോ അണക്കെട്ടിന്റെ മേളിൽ എടുത്ത് ചാടുമെന്ന് പറഞ്ഞു. പറയത്തില്ല. അവിടെ വാമന സദ്യ നടക്കുന്നു. വിജയൻ കഴിച്ചു പരിചയം. അല്ല വാനര സദ്യ അല്ലേ? ശാസ്താംകോട്ടയിലെ തെറ്റിപ്പോയി. ശാസ്താംകോട്ടയിൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. അവിടെ വാനരന്മാർക്ക് സദ്യ കൊടുക്കാറുണ്ട്. ഈ ശാസ്താംകോട്ടയിലാണ് ഈ ആർ അരുൺരാജിന്റെ വീട്. അതാണോ എന്നോട് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചേ? ഓക്കെ, അപ്പൊ അപമാനിക്കരുത്. ഇല്ല വിജയൻ യഥാർത്ഥത്തിൽ ശാസ്താംകോട്ടയിൽ പോയിട്ടില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, റെഡി. അപ്പൊ വാനര സദ്യയുടെ വിശേഷങ്ങളുമായി ആർ അരുൺരാജ്. ആഷ്മി അരുൺരാജ്, ആഷ്മി താജ് ഇബ്രാഹിം വന്നിട്ടുണ്ട്. നഗരത്തിൽ പുലി ഇറങ്ങി. ഇല വിഭവസമൃദ്ധമായ ഇലയാണ്. അതാണ് വണ്ടന്മാർക്കാണെങ്കിൽ പോലും പപ്പടമുണ്ട്, തൊടുകറികളെല്ലാം ഉണ്ട്, പായസമുണ്ട്, ആപ്പിളുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, പഴവർഗ്ഗങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. എല്ലാവരും ഈ കാത്തിരിക്കുകയാണ്. ഈ സദ്യക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് വാനരന്മാരുടെ ഭാഗത്ത് ഇപ്പോഴുള്ളത്. ഏത് സമയം നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇറങ്ങിക്കൊടുത്താൽ പിന്നീട് ഇവർ കഴിക്കുന്ന ഒരു രീതിയിലേക്ക് പോകും. നമുക്ക് നേരത്തെ കാണാം, ഈ ശാസ്താംകോട്ട ക്ഷേത്രത്തിലാണ് വാനരന്മാർക്ക് സദ്യ ഒരുക്കുന്ന അപൂർവമായ ദൃശ്യങ്ങളുള്ളത്. അപൂർവമായ ഇടം ഉള്ള സ്ഥലം ഇവിടെ മാത്രമാണ്. വാനരന്മാർ ഓരോരുത്തരായി എത്തി ഈ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും തിരുവോണ നാളിൽ മനുഷ്യർക്കൊപ്പം തന്നെ സഹജീവികൾക്കും ഈ ആഹാരം ഒരുക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. എല്ലാ കാലത്തും ഉത്രാട ദിനത്തിലും തിരുവോണത്തിലും എല്ലാം ഇത്തരത്തിലുള്ള വാനര സദ്യ നടത്താറുണ്ട്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നവരുണ്ട്, ഇത് എടുത്തുകൊണ്ടുപോയി മാറി നിന്ന് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. ക്ഷേത്ര സഭയും ഭക്തരും എല്ലാം ചേർന്നുള്ള വലിയ ഒരു സംവിധാനമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. തിരുവോണ നാളിലും അതുപോലെ ഉത്രാട നാള്, ഇനി ഈ ഓണത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ വാനരന്മാർക്കുള്ള സദ്യ ഇവിടെ തയ്യാറാണ്. അങ്ങനെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ ക്ഷേത്രത്തിനകത്തുള്ള ക്ഷേത്ര കോമ്പൗണ്ടിലുള്ള സഹജീവികളായ ഇവിടെ വസിക്കുന്ന ക്ഷേത്ര കുരങ്ങുകളാണ് ഈ വാനരസദ്യക്ക് ഇവിടെ എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വളരെ മനോഹരമായ കാഴ്ചയാണ്. അമ്മയും കുഞ്ഞും അടക്കം എത്തുന്ന വാനരന്മാരടക്കം ഉണ്ട്. ഇത് ആസ്വദിക്കുന്നു, ആവോളം നുകരുന്നു. അതിനുശേഷം ഈ മനുഷ്യൻ വീട്ടിലെത്തി ഈ സദ്യ കഴിക്കുന്നതിനൊപ്പം വാനരന്മാരും വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുകയാണ്. അരുൺരാജ്, വാനരോടൊന്ന് ചോദിക്കൂ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഒരു ബൈറ്റ് എടുക്കൂ. വാർത്തയില് നമുക്ക് ബൈറ്റ് വേണ്ടേ? ആഷ്മി, അത്ര റിസ്കിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടോ? നമുക്ക് ഈ വാനരന്മാർക്ക് സദ്യ ഒരുക്കിയ ആൾക്കാരോട് വേണമെങ്കിൽ ചോദിക്കാം, ഈ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു. കാരണം അവര് എന്തായാലും ഇത് ഒരു തവണയെങ്കിലും രുചിച്ച് നോക്കിയിട്ടായിരിക്കും ഈ വാനരന്മാർക്ക്. ഇടയ്ക്ക് ഒരു കുരങ്ങൻ ചോദിക്കണ്ടായിരുന്നു, വിളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ചുമ്മാണ് പ്രേക്ഷകർ പറയുന്നത്. നിനക്കൊന്നും വേറെ പണിയിലെവിടെ ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ കൊല്ലത്ത് നിന്ന് ആർ അരുൺരാജാണ്. ശാസ്താംകോട്ട, അവിടെ നിങ്ങൾക്കറിയാം ശാസ്താംകോട്ട കായൽ, ശുദ്ധജലം നമുക്ക് കൊല്ലം ജില്ലയ്ക്ക് സമ്മാനിക്കുന്ന കായലുണ്ട്. ആ കായൽ അവിടെ ഒരുപാട് കുരങ്ങന്മാരെന്ന് പറഞ്ഞാൽ അവിടെ വളർത്തി വിടുന്ന കുരങ്ങന്മാർ, അവർക്കുള്ള സദ്യയാണ് ഇപ്പോൾ കണ്ടത്. അതൊരു പുതിയ കാഴ്ചയാണ് തിരുവോണ നാളിൽ.